പ്രണയിച്ചാല് പെട്ടെന്ന് കല്യാണം നടക്കുമോ? അങ്ങനെ ഒരു സംസാരം ഉണ്ട് കേട്ടോ ആക്ച്വലി കൂട്ടത്തില്. കാരണം പ്രണയിക്കുമ്പോ ഒരു 3-4 വർഷമൊക്കെ പ്രണയിക്കും, അത് കഴിഞ്ഞ് എല്ലാവരും കെട്ടിപ്പോകും. പ്രീവിയസ് എക്സുകളായിട്ടുള്ള വീഡിയോസ് സ്റ്റിൽ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ് തന്നെയല്ലേ, എന്തായാലും ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല, ഫ്രണ്ട്സ് തന്നെയാണ്. പിന്നെ അവരുടെ കൺസേൺ കൊണ്ടാണ് ഇട്ടിരിക്കുന്നത്, എൻ്റെ ഇഷ്ടപ്രകാരം മാത്രമല്ല. ബ്രേക്കപ്പ് ആയാലും അങ്ങനെ ദേഷ്യമൊന്നും ആരും വെക്കാറില്ല, എന്നോട് വെക്കാറില്ല, ഞാനും വെക്കാറില്ല. പണ്ടൊക്കെ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ അവനെ കാണുന്നത് അല്ലെങ്കിൽ അവളെ കാണുന്നത് ദേഷ്യം വെക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റില്ല നമുക്ക് തോന്നിക്കൊണ്ടായിരിക്കും ബ്രേക്കപ്പ് ആവുന്നത്. നിങ്ങൾ ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ ഈ മ്യൂച്വൽ ഫ്രണ്ട്സിനോടുള്ള ആ ഒരു കണക്ഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ട്? 1-2 ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ട്, പറയില്ല എത്ര ഇത് കഴിഞ്ഞ് പറയും. 2 ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ട്, അല്ലാതെ പൊതുവെ അങ്ങനെ ആരും തോന്നാറില്ല. കറന്റ്ലി ആ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണ്? കമ്മിറ്റഡ് ആണോ? എല്ലാവരും വിചാരിച്ച ഞാൻ ഇപ്പോഴും സിഗ്മയാണെന്നാണ്. ഈ പെട്ടെന്ന് മൂവ് ഓൺ ആയ സമയത്ത് പെട്ടെന്ന് മൂവ് ഓൺ ആകുമ്പോൾ ആൾക്കാർ പറയും സീരിയസ് അല്ലായിരുന്നു. അങ്ങനെയൊന്നുമില്ല, മൂവ് ഓൺ ചെയ്യണ്ടേ. ഞാൻ എൻ്റെ 1-2 വർഷം വേണ്ട കാര്യം തോന്നുന്നു. പഠിച്ച എന്ത് ലെസൺ ആണ് ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ അപ്ലൈ ചെയ്യുന്നത്? ഒരുപാട് കൂട്ടുകാരെ കൂട്ടാൻ പാടില്ല റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാല്. അത് ഞാനൊന്നും പറയുന്നില്ല. ഒരുപാട് കൂട്ടുകാരെ കൂട്ടാൻ പാടില്ല. നമുക്ക് കുറച്ച് പ്രൈവറ്റ് മൊമെന്റ്സ് ഒക്കെ പ്രൈവറ്റ് കാര്യങ്ങളൊക്കെ വേണം. എൻ്റെ തെറ്റായിരുന്നു. റീസെന്റ് ചില റീൽസിന്റെ അടിയിലേക്ക് ഇപ്പം തടി വെച്ചു എന്നൊക്കെ പറഞ്ഞ ബോഡി ഷേമിങ് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ആൾക്കാർ ഇപ്പം നമ്മൾ വിചാരിക്കുന്നതല്ല, ഒരു ഭയങ്കരമായിട്ടൊക്കെ പറഞ്ഞോളെ. നമ്പർ ഓഫ് ബ്രേക്കപ്സ് അയ്യോ കുറച്ചുണ്ട്, ഏകദേശം ഒരു 10 കാണും. സ്വന്തം കല്യാണത്തിന് എക്സുകളെ ഇൻവൈറ്റ് ചെയ്യും? ഞാൻ എല്ലാവരും വിളിക്കും, എല്ലാവരും അറിയണം, എനിക്കും എല്ലാം വന്നു, എല്ലാവരോടും പറയണം. ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഒരു എക്സ്ക്ലൂസീവ് കക്ഷിയാണ്. ആളിപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലാണ്, കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. സോ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല, അവർ ഓൾറെഡി ഇവിടെ ബോറടിച്ചിരിക്കുകയാണ്. സോ വൈഷ്ണവ്, വെൽക്കം ടു ദ ഷോ. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? ലൈഫൊക്കെ ഇങ്ങനെ പോകുന്നു? ലൈഫൊക്കെ നന്നായിട്ട് പോകുന്നു, സുഖമായിട്ടിരിക്കുന്നു. സുഖം. ഞാൻ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്യുന്ന സമയത്ത് ബയോയിൽ കണ്ടു എന്നും യു നോ ഹു ഐ ആം, ആ ഒരു ടാഗ് ഇട്ടിട്ടുണ്ടല്ലോ. നമുക്ക് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താ അതിന്റെ സ്റ്റോറി? അതങ്ങനെ പ്രത്യേകിച്ച് സ്റ്റോറി ഒന്നുമില്ല. റോബർട്ട് ഡൗണി ജൂനിയറിന് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്താൽ കാണാം, അതിന്റെ ബയോ അതാണ്, യു നോ ഹു ഐ ആം. അങ്ങനെ ഇട്ടതാണ്. മാർവൽ സീരീസ് ഒക്കെ ഭയങ്കരമായിട്ട് കാണും. ഞാനൊന്നും കാണാറില്ല. ചന്ദനമഴനെ കുറിച്ച് ഞാൻ പറയാം. അമൃത വർഷം എനിക്കറിയാം, അമ്മ കാണുമായിരുന്നു പണ്ട്, കുഞ്ഞിനെ ഇരുന്ന് കണ്ടിട്ടുണ്ട് കുറെയൊക്കെ. അങ്ങോട്ട് പോണ്ടോ വെറുതെ? ഓക്കെ, അപ്പൊ അങ്ങനെ ചുമ്മാ ഇട്ടതാണ്. അപ്പം എന്നാലും ഇങ്ങനെ ആൾക്കാര് ചോദിക്കൂലേ എന്തുകൊണ്ട് ഇട്ടാന്ന്, അപ്പൊ അതിനും കൂടെ വേണ്ടി ഇട്ടതാണ്. ഇപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ ആയതിനു ശേഷം ഇപ്പം പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ തിരിച്ചറിയും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ലൈഫ്, ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പം എങ്ങനെയാണ്? അതാണ് ഇഷ്ടം, ഇതാണ് ഇഷ്ടം? അങ്ങനെയൊന്നും, രണ്ടും ഓക്കെയാണ്. അത്രയും വലിയ ആൾക്കാരും തിരിച്ചറിയില്ല, പക്ഷെ കുറച്ച് ആൾക്കാരൊക്കെ തിരിച്ചറിയും. പിള്ളേരൊക്കെ വന്ന് ചോദിക്കും, ആണോ സംശയം എന്താ ചോദിക്കുന്നത്, മറ്റേ ചേട്ടനല്ലോ, മറ്റേ ചേട്ടനാണെന്ന് ചോദിക്കുന്നത് കുറെ പേര്. മറ്റേ ചേട്ടനാണോ ചോദിക്കാറുണ്ട്. എനിക്കിഷ്ടമാണ്. പിന്നെ കുറച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കുഴപ്പം, വേറെ കുഴപ്പമില്ല. അങ്ങനെ എല്ലാരും ചോദിക്കില്ല, അത്രയ്ക്കൊന്നുമില്ല. ചിലപ്പോ 1-2 ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് എടുത്ത് പറഞ്ഞു. ആണല്ലേ? ഈ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വരില്ലേ? വരും, കുറച്ച് ആൾക്കാർ, ഒരുപാടൊന്നുമില്ല, കുറച്ച് ആൾക്കാർ, 1-2 ആൾക്കാരൊക്കെ. വിനയൊന്നുമല്ല, ഉള്ളതല്ലേ പറയാൻ പറ്റില്ല, വെറുതെ പൊക്കി അടിച്ച കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ കറന്റ്ലി എന്താ ചെയ്യുന്നത്? ലൈക്ക് ഈ സോഷ്യൽ മീഡിയ മാറ്റി നിർത്തി കഴിഞ്ഞാലും ഇപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഞാൻ 2 ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ബാംഗ്ലൂരിൽ നോക്കുന്നുണ്ട്, അതിന്റെ വർക്കിങ്ങിലാണ്, കുറച്ച് റിസർച്ച് ഒക്കെ നടക്കുന്നു. അതാണ് കറന്റ്ലിയുടെ പ്രോഗ്രാം. സോഷ്യൽ മീഡിയ മാറ്റി കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക്, ഞാൻ ഇതൊരു ഫ്യൂച്ചറായിട്ട് വെക്കുന്നതേ ഇല്ല സോഷ്യൽ മീഡിയ. ഫോർ ബീങ് ദിസ് ടൈം ഞാൻ അത് ഉപയോഗിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് വേണ്ടി ഞാൻ സമയം കളയുന്നൊന്നുമില്ല. ഞാൻ വല്ലപ്പോഴും നമ്മുടെ കൊച്ചിയിൽ എത്തും അല്ലെങ്കിൽ ട്രാൻഡത്ത് എത്തുമ്പോൾ നമ്മൾ ടീം എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കും. അതിന് വേണ്ടി സമയം അങ്ങനെയൊന്നുമില്ല. പക്ഷെ എടുക്കുന്നൊക്കെ ഞാൻ കാണാറുണ്ട് റീൽസ്. ഞാൻ ഇന്നലെ ഇങ്ങനെ ഇരുന്ന് കണ്ടായിരുന്നു. ഏത് റീലാ കണ്ടത്? ആ റീലൊക്കെ ഞാൻ വരുന്നത്. ഞാൻ എന്തായാലും റീല് കാണിച്ചു തരാം.
ശരിക്കും അവരുടെ റിയാക്ഷൻ കാണിക്കണ്ടേ? നോക്കൂ, കാണു. അതിന്റെ താഴെ ഞാൻ എന്ത് എഴുതിയിരിക്കുന്നത്? ആയാണ് ഇഷ്ടപ്പെട്ടത്. ക്യാപ്ഷൻ എന്നിട്ടിരിക്കുന്നത് ബോഡി ഷെയിം. അത് ചുമ്മാ ഇട്ടതാ. അതിന്റെ ആ വാക്കുകളൊന്നും അങ്ങനെ സ്ട്രെസ് ചെയ്യണ്ട. അല്ല, അതായത് ഇങ്ങനെ റീസെന്റ് ചില റീൽസിന്റെ അടിയിലേക്ക് ഇപ്പം തടി വെച്ചു എന്നൊക്കെ പറഞ്ഞ കമന്റ്സ് ഒരുപാട് പേര് പറയുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് കൊടുത്തൊരു റിപ്ലൈ ആണ്. തടി അത് എന്റെ ബോഡി അല്ലേ, ഞാൻ തടി വയ്ക്കുന്നു, സ്ലിം ആവുന്നതൊക്കെ ഒന്നും പ്രശ്നമില്ല. ഞാൻ നല്ല ഫുഡ് കഴിക്കാറുണ്ട് ഇപ്പം, അങ്ങനെ തടി വയ്ക്കുന്നതാണ്. പക്ഷെ ഇതെനിക്ക് ഇഷ്ടമാണ്. ഞാൻ മിക്കവാറും ഉടനെ കുറയ്ക്കുമായിരിക്കും. ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് തടി കുറയ്ക്കാനല്ലേ. ബോഡി ഷെയിമിങ് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ആൾക്കാർ ഇപ്പം നമ്മൾ വിചാരിക്കുന്നതല്ല, ഒരു ഭയങ്കരമായിട്ടൊക്കെ പറഞ്ഞോളെ. അറിയാന്നുള്ളവർ പറയുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. അറിയാത്ത ആൾക്കാർ ഒരുപാട് പറയുന്നുണ്ട്. മെസ്സേജിൽ വൃത്തിയായിട്ട് മെസ്സേജൊക്കെ പറയും, എനിക്ക് നാളെ എന്തൊക്കെയൊക്കെ പറയും. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. തടി കുറയ്ക്കണം, അതാണ് എന്റെ ഇപ്പോഴത്തെ അടുത്ത ഒരു എയിം ആയിട്ട്. തടി കുറയ്ക്കണം. ഇപ്പം ശരിക്കും നമ്മുടെ ബോഡി നമ്മുടെ ഇഷ്ടമാണെന്ന് പറയും. അപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് വന്നിട്ടുണ്ട്, ഞാൻ വെറൈറ്റി മീഡിയയിൽ വന്ന സമയത്ത് ഉണ്ടായാലും ഇപ്പൊ തടിച്ച് തള്ള പോലെ എന്നൊക്കെ കമന്റ് വരാറുണ്ട്. ഞാൻ എന്റെ ചാനലിൽ പറയാം, അതൊന്നും ഡിലീറ്റ് ചെയ്തേക്ക്. അങ്ങനെയാ. ഇപ്പം അല്ലാണ്ട് ഇപ്പൊ ഇങ്ങനെ ഫിറ്റ്നസ് നോക്കുന്ന അങ്ങനത്തെ ഒരു ആളാണോ പേഴ്സണലി? അങ്ങനെ ആയിരുന്നു. ഫിറ്റ്നസ് ഒക്കെ ജിമ്മിലൊക്കെ പോയി അങ്ങനെ ഇതിൽ നിൽക്കായിരുന്നു. പിന്നെ ഇപ്പം എന്തോ അത് വേണ്ടാന്ന് തോന്നി കുറച്ച് നാളത്തേക്ക്. അപ്പോൾ അത് ഇപ്പൊ ഫുഡ് കഴിക്കുക. ഇപ്പൊ പിന്നെ പഴയ പാൻസ് ഉടുപ്പ് ഇടാൻ പറ്റുന്നില്ല. അത് ഇടാൻ പറ്റില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് ഇടാൻ പറ്റാത്ത കാരണം ഞാൻ മെലിയുമല്ലോ. കുഴപ്പമൊന്നുമില്ല. എല്ലാ സൈസിലുള്ള പാൻസും ഡ്രസ്സും ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. എല്ലാ സൈസിലുള്ള ഉണ്ട്, ഓരോ സമയത്തുള്ളതൊക്കെ ഉണ്ട്. നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ബോഡി ഷേമിങ് ആണെങ്കിലും അല്ലാണ്ട് ഇപ്പം നെഗറ്റിവിറ്റി കാര്യങ്ങളൊക്കെ കുറേ വരും. ബോഡി ഷേമിങ് മാറ്റി നിർത്തിയാലും ഈ പറയുന്ന നെഗറ്റീവ് കമൻസ് ആണെങ്കിലും സൈബർ ബുള്ളിങ് അതിൻ്റെയൊക്കെ ഒരു വിക്ടിം ആയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സാധനങ്ങളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? ലൈക്ക് നോർമലി ആയിട്ട് പറഞ്ഞാൽ മതി. ആ ഒരു ടൈമിലുള്ള സ്ട്രെസ് അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. ആലോചിക്കുന്നത് എനിക്ക് ഒരു സ്ട്രെസ്സും ഇല്ല അതിനെപ്പറ്റി. ഞാൻ ആ നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞാലും അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് പേഴ്സണലായിട്ട് അയച്ചാലും ഞാൻ അതിനൊന്നും റിപ്ലൈ കൊടുക്കാൻ പോകാറില്ല. കാരണം ഞാൻ എൻ്റെ പരിപാടി നോക്കിയാൽ പോരെ. ഞാൻ നിന്നെ വേറെ ആൾക്കാർ പറയുന്നതിനെ ശ്രദ്ധിക്കാൻ പോകുന്നത്. നല്ലതാണ് എടുക്കും, ചീത്ത ഞാൻ എടുക്കാറേ ഇല്ല. ആരും പറഞ്ഞാൽ ഇതിനകത്ത് പോലും കയറ്റൂല, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ കമന്റ്സ് അയക്കുന്നതിന് പ്രശ്നമില്ല. ഈ കമന്റ്സിന്റെ എൻ്റെ ഒരു പ്രൊഫൈൽ അല്ല എൻ്റെ ഒരു റീലിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് അതിന് ആ തടിയുണ്ട്. അവര് തമ്മിലെ എന്നെ ഒന്നും പറയുന്നില്ല. ബേസിക്കലി അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡീം ചെയ്താൽ പോരെ എനിക്ക് ആലോചിക്കും. പക്ഷെ അവര് തമ്മിൽ ഒരു 100 കമന്റ് റിപ്ലൈ ആണ് വായിക്കാറേ ഇല്ല ഞാൻ. പക്ഷെ അത് നല്ല രസമാണ്. ഞാനും ഇങ്ങനെ ചില വൈറൽ വീഡിയോസിന്റെ അടിയിലുണ്ടാവും, ഒരാൾ വന്നൊരു സാധനം ഇടും, അടുത്ത ആളൊന്നും അയാളെ ചിത്ത പറയും. നല്ല രസമാണ്. പിന്നെ അത് നമ്മളിപ്പോ നെഗറ്റിവിറ്റിനെ കുറിച്ച് മാത്രം പറയുന്നതിന്റെ ഇടയിൽ കുറച്ച് പോസിറ്റീവായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ കണ്ട വേറെ ചില കമന്റ്സ് ആണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ മറ്റേ കഥയിപ്പോമല്ലേ, ആളുടെ പേരെന്താ? തടി കുറഞ്ഞ സമയത്ത് ആൾക്കാര് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ലേ? തടി കുറഞ്ഞ സമയത്ത് അങ്ങനെയൊന്നും പറയാറില്ല. എന്നാലും ഉണ്ട്, ഒരു ചെറിയൊരു കട്ടുണ്ട്. അത് ഇന്നലെ ഷേവ് ചെയ്തോണ്ടായിരിക്കും. ഇന്നലത്തെ കൊല കണ്ട് നിങ്ങൾ ആരും അങ്ങനെ പറയില്ലായിരുന്നു. ശരി, തടിയൊക്കെ വെച്ചിട്ടുള്ള വൃത്തിയായിട്ടാണ്. അതൊന്നും ചെയ്യുന്നില്ലല്ലോ, നമ്മൾ നമ്മളെ റിസർച്ച് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്ന് ഇങ്ങനെ ഇവിടെ വരുന്നോണ്ട് ട്രിം ചെയ്തു. അശോകിന് പോലെ ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഇപ്പൊ ചേട്ടന്റെ ഫാനാന്നൊക്കെ പറയാം. അതല്ലാണ്ട് ഇപ്പം ഗേൾസിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഈ പറഞ്ഞ ക്രഷാണ് അല്ലെങ്കിൽ പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? ഇത് എന്താ ഇത്ര എളിമ നമുക്ക് വേണ്ട. കുറച്ച് വരാറുണ്ട്. മുഖം മൂടി അഴിക്കൂ പ്ലീസ്. ഇല്ല, കുറച്ച് വരാറുണ്ട്. പിന്നെ എനിക്കൊന്നും പറയാനില്ല. കുറച്ച് വരാറുണ്ട്. മെസ്സേജ് ആണോ വരുന്നത് അല്ലെങ്കിൽ നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്? നേരിട്ട് അങ്ങനെ ആരും അത്രയും ധൈര്യമുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ കണ്ടില്ല. അത്ര നേരിട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറയുന്ന ആൾക്കാർ ചിലപ്പോൾ ഇഷ്ടമല്ലാഞ്ഞിട്ടായിരിക്കും. അയ്യോ, ചിലപ്പോൾ ഉള്ളിൽ ഉണ്ടാവും. എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയില്ലല്ലോ. ഇപ്പൊ ചീത്ത പറഞ്ഞാൽ മെസ്സേജ് വരാറുണ്ട്. അങ്ങനെ നമുക്ക് പൊതുവെ ആരും ഇഷ്ടപ്പെടാറില്ല. ഇല്ലേ, ഇങ്ങോട്ട് തന്നെ ആരും ഇഷ്ടമില്ല, അങ്ങോട്ട് പോയി സെറ്റ് ആക്കുന്നതാണ് ഇഷ്ടം. ചില ആൾക്കാരുണ്ടോ, എനിക്ക് ഇങ്ങോട്ടൊരു പ്രപ്പോസൽ വന്നാൽ ചിലപ്പോൾ അവർക്ക് ആ ഒരു വൈബ് ഇഷ്ടമല്ല. ഇങ്ങനെ പുറകെ നടന്ന് അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർ. പുറകെ നടന്ന്
ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, കുറച്ചാളായിട്ട് പരിപാടിയൊന്നുമില്ല. അപ്പൊ ഇപ്പം ഇങ്ങോട്ട് വരുന്ന ആരിഷ്ടല്ലാന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇഷ്ടമല്ല, നമ്മള് കണക്ട് ആവില്ല വൈബ്. മനസ്സിലായി, രക്ഷപ്പെട്ടു കണക്ട് ആവില്ല. അല്ല അതിപ്പോ പെടുത്താൻ പോവാണ് ചോദ്യം. എന്താണ് ആ ഒരു വൈബ് പറയുന്നത്? കോൺസെപ്റ്റ് എന്താ? കോൺസെപ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ഈസി ആക്കി തരാം. എനിക്ക് അങ്ങനെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. കോൺസെപ്റ്റ് അല്ല, ഈ കോൺസെപ്റ്റ് പരിപാടിയൊന്നും നമുക്ക് ഇഷ്ടം തോന്നണം, അത്രേ ഉള്ളൂ. അല്ലെ നമ്മള് അതില് വേറെ ഗവേഷണം ചെയ്യാൻ പോകുന്നില്ല. എന്നാലൊരു ഇതില്ലേ, ഇപ്പം കാണുമ്പോ ലുക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ കൊള്ളാം, പിന്നെ ആ ഒരു സംസാരിച്ച് നമ്മുടെ വൈബ് സെറ്റായി, അങ്ങനൊന്നുമില്ല. നല്ല സ്വഭാവമായിരിക്കണം. എന്തേ നല്ല സ്വഭാവം? അതെനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്നാലൊരു വൈബില് പറയുമ്പോ നല്ലൊരു പേഴ്സണാലിറ്റി കാണാം. ആക്ച്വലി കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതിലൊന്നും ഭംഗിയുള്ള പിള്ളേരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, പക്ഷെ കാണാൻ ഭംഗിയില്ലെങ്കിലും പ്രശ്നമില്ല, നല്ല ബിഹേവിയർ ആയിരിക്കണം, അത് മാത്രം നോക്കുന്നുള്ളൂ. ഡ്രസ്സിങ് ഇങ്ങനെ ആയിരിക്കണം. അവരവരിഷ്ടം, ഞാൻ എന്തിടണമെന്നുള്ള എന്റെ ഇഷ്ടമാണ്. അപ്പം മസ്താനി എന്തിടണമെന്ന് മസ്താനി ഇഷ്ടമാണ്. അപ്പൊ അവരവരുടെ ഇഷ്ടം, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണ് ഞാൻ ചെറിയൊരു ടാസ്ക് തരാം. നമ്മുടെ വൈഷ്ണവിന്റെ ഈ സങ്കല്പത്തിലുള്ള കുട്ടീനെ കുറിച്ചിട്ടോ ഒരു 5 ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയണം. ലൈക്ക് ഇങ്ങനത്തെ ക്യാരക്ടർ ആയിരിക്കണം. നമ്മളിപ്പോൾ സ്വാസികയുടെ ഒക്കെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് സ്വാസിക പറഞ്ഞു ഞാൻ ഹസ്ബൻഡിന്റെ കാല് തൊട്ട് വന്നിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു 5 ക്യാരക്ടർ എങ്ങനെ ഇരിക്കണം എന്ന് പറയാം. പ്ലസ് ഒരു പുറമേ കാണുമ്പോൾ ഒരു ലുക്ക്, ഇപ്പം മുടി വേണം, അല്ലെങ്കിൽ വെളുത്തായിരിക്കണം, അല്ലെങ്കിൽ നല്ല ചിരി വേണം, കണ്ണ് വേണം, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ആ ഒരു സാധനം ബേസിക് ആയിട്ടുള്ള ഇത് ആദ്യം എന്ത് പറയണം? അത് ക്യാരക്ടർ പറ, എങ്ങനത്തെ ക്യാരക്ടർ ആയിരിക്കും? അത് ഇച്ചിരി പ്രശ്നമാണ്, എന്തൊക്കെ പറയാമെന്ന് ഇവിടെയില്ല. പാവമായിരിക്കണം, വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. നമ്മളെ ഫാമിലി ലൈഫിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പാടില്ല. തല തിന്നോണ്ടിരിക്കാൻ പാടില്ല, തല നിന്നാതിരിക്കാൻ പാടില്ല. നമ്മളെ പണിയായിട്ട് പോകുമ്പോൾ അതിന്റെ പുറകെ വന്നിട്ട് കിന്നരിക്കാൻ പാടില്ല. പക്ഷെ എനിക്ക് കിന്നരിക്കുന്ന ഇഷ്ടമാണ്, ചില സമയത്ത് എനിക്ക് കിന്നരിക്കുന്ന ഇഷ്ടമാണ്, പക്ഷെ എപ്പോഴും അതാവാൻ പറ്റൂല. വർക്കിന് പോകുമ്പോ വർക്കിന് നമ്മൾ തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമല്ലോ എന്തായാലും, അപ്പൊ കിന്നരിക്കും, പ്രശ്നമില്ല. അല്ലാതെ വിളിച്ചോണ്ടിരിക്കുന്ന ഇഷ്ടമല്ല. പിന്നെ അവര് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം കാര്യങ്ങൾ. അവരോ? അങ്ങനെ ചോദിച്ചത് ഗേൾ അപ്പൊ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ വൈഫ് ആണെങ്കിൽ ആരാണെങ്കിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ചില വിളിച്ച് വരണമെന്നില്ല. ഞാൻ ഇവിടെ പോവാണ്, ഞാൻ ഇവിടെ പോവാണ്, ഓക്കെ. ചിലപ്പോൾ ഞാൻ വരുമ്പോൾ കണ്ടില്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യും? ഞാൻ ഇവിടെ പോവാണ്, കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓ കിട്ടുന്നില്ലല്ലോ, പിന്നെ എന്ത് പറയാം, ഇനി വേണം അങ്ങനെയൊന്നുമില്ല. എപ്പോഴും അങ്ങനെ എണീറ്റ് ഒരു പ്രശ്നമൊന്നുമില്ല. ഞാൻ ചായ കുടിക്കാറില്ല, അങ്ങനെ ചായ കുടിക്കാറില്ല. ഫുഡ് ഉണ്ടാക്കാൻ അറിയണം, ഫുഡ് ഉണ്ടാക്കാൻ അറിഞ്ഞാൽ കൊള്ളാം, എല്ലാം ഞാൻ ഉണ്ടാക്കും. പ്രശ്നമൊന്നുമില്ല, ഞാൻ അറിഞ്ഞാൽ കൊള്ളാം, അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പറ്റുമെങ്കിൽ പാത്രങ്ങളൊന്നും കഴിയത്തില്ല. ക്ലീനിങ് ഒന്നും ഹെൽപ്പ് ചെയ്യാം. കാരണം ഞാൻ സിങ്കിൽ ഞാൻ പാത്രം കഴുകാറുണ്ട് കേട്ടോ. അപ്പൊ സിങ്കിൽ നമ്മൾ നിൽക്കുമ്പോൾ കുറച്ച് കൂടുതൽ നിൽക്കുമ്പോൾ നമുക്ക് നടുവേദന എടുക്കും. അതുകൊണ്ട് പാത്രം കഴിച്ചെന്ന് കൊള്ളാം. ഞാൻ കുറച്ച് പൊക്കമുള്ളതുകൊണ്ടായിരിക്കും നടുവേദന എടുക്കുന്നത്. പൊതുവെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ആണുങ്ങൾ അടുക്കളയിൽ കയറി കഴിയുമ്പോൾ ഏറ്റവും വലിയ തലവേദന വീട്ടിലെ പെണ്ണുങ്ങൾക്കായിരിക്കും. അങ്ങനെയൊന്നുമില്ല. എന്റെ വീട്ടിലൊന്നും നോക്കുക, ഞങ്ങള് പ്രശ്നമൊന്നുമില്ല. അമ്മയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇവിടെ നിൽക്കുന്ന ഫ്ലാറ്റിലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ തന്നെയാണ് ക്ലീൻ ചെയ്യണത്. അപ്പൊ അവിടെ നിന്നാലും പറയുമെന്തോ, വല്ലപ്പോഴും ഞങ്ങൾ ക്ലീൻ ചെയ്യും. അങ്ങനെ അനുഭവങ്ങളൊന്നുമില്ല അല്ലേ, ആർക്കും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇതൊക്കെയാണ് ക്യാരക്ടർ വൈസ് വേണ്ടത്. പിന്നെ കാണാൻ നോക്കുമ്പം നല്ല മുടി വേണം, നല്ല കണ്ണ് വേണം. നേരത്തെ എന്തൊക്കെയോ കാണാൻ വലിയ ഭംഗിയാണില്ല, ഭംഗി പ്രശ്നമില്ല. പക്ഷെ മുടി നല്ലതാണ്, കുഴപ്പമില്ല. മുടി നീളമുള്ള മുടി ഇഷ്ടമാണ്, കണ്ണ് ഇഷ്ടമാണ്, നല്ല കണ്ണാണെങ്കിലും കൊള്ളാം. എല്ലാം കൊള്ളായിരിക്കണമല്ലോ. അങ്ങനെ കളറിലാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ, എന്തായാലും പ്രശ്നമൊന്നും അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. വെളുത്തിട്ടാണെങ്കിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും അവരൊരു ഭംഗിയുണ്ടല്ലോ. അപ്പം എനിക്ക് എന്ത് ഇഷ്ടപ്പെടും അതാണ് എൻ്റെ വൈബ്. ഞാൻ വന്നപ്പോ ഇപ്പം നോക്കുമ്പോ ടാറ്റൂസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ടാറ്റൂസ് ഇഷ്ടമാണ്. എത്ര ടാറ്റൂസ് ഉണ്ട്? കയ്യില് മാത്രമേ കാണുള്ളൂ. 5 ഇതെന്താ കയ്യിലത്തെ? കയ്യിലത്തത് ഇത് കുറെ ഉണ്ട് കേട്ടോ. ആക്ച്വലി വളരെ അർത്ഥവത്തായ ഒരു സാധനം തോന്നുന്നു. കുറെ ഉണ്ടതില്ല. അർത്ഥമൊന്നും ചോദിക്കല്ലേ, കോളേജ് പഠിക്കുന്ന സമയത്ത് അടിച്ചതാ. ഇപ്പം ഇത് ഒരു 5-6 വർഷമായി. അന്ന് ടാറ്റു അടിക്കുന്നത് ഭയങ്കര ഇഷ്ടം, ക്രൈസായിട്ട് അടിച്ചതാണ്.
പിന്നെ ഇത് കുറെ റീവർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം കോളേജ് പഠിക്കുന്ന സമയത്ത് അടിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇപ്പം കോളേജിൽ ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ ലൈഫ് കാണില്ലേ, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഒക്കെ ചെയ്യില്ലേ, ഇങ്ങനെ ആയിരിക്കും കോളേജ് കഴിഞ്ഞിട്ട് ജോബിന് പോകും അങ്ങനെയാവും. പക്ഷേ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കില്ല. ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറായി മാറിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പണ്ട് പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോയെ? അന്നും പ്ലാൻ ചെയ്യാത്ത ഒരു കാര്യമുള്ളൂ, ഞാൻ ജോലിക്ക് പോകാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ മറ്റേത് പറയണം, ജോലിയുള്ള പെൺപിള്ളേര് മാത്രമേ കോണ്ടാക്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ല, അങ്ങനെ പ്രശ്നമില്ല. ബിസിനസ്സിലോട്ട് ആണ് തൊണ്ടേ താല്പര്യം. ജോലിക്ക് ഇപ്പം ഒരു 9 to 5 ഒന്നും ഒരിക്കലും നടക്കാത്തായിരുന്നു. എന്നെ കൊണ്ട് പറ്റൂല, വേറെ ആരെക്കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ട്, അത് ചെയ്ത് മടുത്ത് തലപ്പുറം നടത്തി ഇരിക്കുന്നു ഇപ്പോഴും. ഫോർ സേക്ക് ഓഫ് സംതിങ് എൽസ് എനിക്ക് അറിഞ്ഞൂടെ എന്തിനാ നമ്മൾ ചെയ്യണേന്നൊന്നും. ചുമ്മാ ഇരുന്ന് ചെയ്യും, ലാപ്ടോപ്പിന് മുമ്പ് തന്നെ ഇരുന്ന് ടൈപ്പ് ചെയ്യണമെങ്കിലും എനിക്കത് പറ്റില്ല. പ്രത്യേകിച്ച് ലാപ്ടോപ്പ് ഒന്നും വല്ലാണ്ട് ഉപയോഗിക്കാൻ അറിയില്ല എനിക്ക്. ഫോണൊക്കെ അറിയാം, സിനിമ കാണാൻ അറിയാം, പിന്നെ എനിക്ക് ടാബ് ക്ലോസ് ചെയ്യാൻ അറിയാം, ഓണൊക്കെ അറിയാം, ഓഫ് ആക്കാനും അറിയാം. അല്ലാണ്ട് എനിക്ക് ഇന്നവരെ അതിന് ഒരു പണിയെടുക്കാൻ വേണ്ടി വന്നിട്ടില്ല. മൈക്രോസോഫ്റ്റിലൊക്കെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ അറിയാം, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ പണിക്ക് പോകാൻ എനിക്ക് പണി ഇൻട്രസ്റ്റ് ഇപ്പോഴും ഇൻട്രസ്റ്റ് ഇല്ല. അതാണ് മെയിൻ കാര്യം. അത് പണിക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറയുമ്പോൾ ആൾക്ക് ബിസിനസ് ആണ് ഇൻട്രസ്റ്റ്. ഇപ്പം കറന്റ്ലി ആ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണ്? കമ്മിറ്റഡ് ആണോ? എന്നിട്ടാണോ ഈ കോൺസെപ്റ്റ് ഒക്കെ പറഞ്ഞത്? കോൺസെപ്റ്റ് അല്ലേ പറയാൻ പറ്റുള്ളൂ, ആഗ്രഹമല്ലേ പറയാൻ പറ്റുള്ളൂ. കമ്മിറ്റഡ് ആണ്. ഈ കോൺസെപ്റ്റിലുള്ള ആള് തന്നെയാണോ പാർട്ട്ണർ? കൊറേയൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? അത് ഇപ്പൊ പറയേണ്ട കാര്യമില്ല. അല്ല, കുട്ടിയാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നത് അറിയില്ലല്ലോ. എന്തായാലും കേൾക്കും, എന്തായാലും കിട്ടും. എവിടെ? തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോ തിരിച്ചു വീട്ടിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. കുഴപ്പമില്ല, അത് മാനേജ് ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളാണ്. എത്ര നാളായി റിലേഷൻ ആയിട്ട്? ഇപ്പൊ കുറച്ചു നാളായി, നോക്കാറില്ല. കുറച്ചു നാളായി. എല്ലാവരും വിചാരിച്ചു ഞാൻ ഇപ്പോഴും സിഗ്മയാണെന്നാണ്. ഞാനും വിചാരിച്ചു കേട്ടോ സിഗ്മ. റിലേഷൻഷിപ്പിലാണ്. സോഷ്യൽ മീഡിയയിൽ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടോ? ഇല്ല. അതിപ്പോ പേഴ്സണൽ ആക്കി വെക്കാൻ. ഇപ്പൊ ഇനി വൈഷ്ണവിന്റെ കല്യാണം ഉടനെ ഉണ്ടാവോ? കല്യാണം കഴിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. അത് ഉടനെ ഒന്നും ഉണ്ടാവില്ല, കുറച്ചുകൂടെ ലൈഫ് എൻജോയ് ചെയ്യാനുണ്ട്. ആണോ? ഇപ്പോഴത്തേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്ലാൻസ് ഉണ്ടോ? ഓൾറെഡി കമ്മിറ്റഡ് അല്ലേ? തൽക്കാലം പ്ലാൻസ് കല്യാണത്തിനായിട്ടൊന്നുമില്ല. കല്യാണം കഴിക്കണം, പക്ഷെ ജാങ്കോ നീ അറിഞ്ഞോ? അല്ല, എല്ലാം കഴിക്കണം. കല്യാണം തൽക്കാലം ഒരു നമ്മള് നമ്മുടെ കാലിൽ നല്ലതായിട്ട് നിന്നിട്ട് മാത്രമേ ബിസിനസ് ഒക്കെ സെറ്റ് ആയിട്ട് ഫാമിലി ആവും. ശരി, നമ്മൾ എന്തായാലും ഇത്ര സംസാരിച്ച സ്ഥിതിക്കും ഞാൻ ഒരു റാപ്പിഡ് ഫയർ പോലത്തെ ഒരു ടാസ്ക് തരാം. അപ്പം ഷടപടേന്ന് ഉത്തരം പറയണം. ശ്രമിക്കാം. ഫസ്റ്റ് വൺ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് ലവ്, അതായത് കഥ പറ. ആ കുട്ടി കല്യാണം കഴിഞ്ഞു പോയി. ആ കുട്ടീനെ പറയണ്ട. 8ാം ക്ലാസ്സിൽ എന്ന് പറയുമ്പോ അത് എങ്ങനെയാ, ക്രഷ് അടിച്ചതാണോ? ക്രഷ് പോലെ തൊട്ടപ്പുറത്തെ ക്ലാസ്സിലായിരുന്നു ഞാൻ. 9th പഠിക്കുമ്പോ പുള്ളിക്കാരി 8ലായിരുന്നു. ഇത് കാണണേ ഒന്നും വിചാരിക്കില്ല കേട്ടോ. അങ്ങനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ആക്ച്വലി ഭയങ്കര ഭംഗിയായിരുന്നു. അത് കുഞ്ഞിലെ ആ സമയത്ത് നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ആണ്. അപ്പുറത്ത് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പോയി സംസാരിക്കുമായിരുന്നു. പിന്നെ ഡാൻസ് കളിക്കാനുണ്ടായിരുന്നു പുള്ളിക്കാരി, ഞാനും ഡാൻസിലുണ്ടായിരുന്നു. സ്കൂൾ ആനുവൽ ഡേ ഇല്ലേ, ആ സമയത്ത് ഡാൻസ് കളിച്ച് അവസാനം ഇഷ്ടമാണെന്ന് പറഞ്ഞു. പുള്ളിക്കാർക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ അത് കുറച്ചാളുണ്ടായിരുന്നു. പിന്നെ അത് സ്കൂൾ പ്രണയം പോലെ. പക്ഷെ ഓർമ്മയുണ്ട് ഇപ്പോഴും. കല്യാണത്തിന് വിളിച്ചില്ല ആ കുട്ടി. വളരെ മോശമായി. വിളിച്ചാ പോവായിരുന്നോ? വിളിച്ച് പോവാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇല്ല. ഓക്കെ. ഒരു കലിപ്പൻ കാമുകനാണോ? അത് അവരല്ലേ പറയേണ്ടത്. അല്ല, നല്ലൊരു സ്വയം ഞാൻ വേണം എന്നെ പൊക്കി പറയാം. അങ്ങനെയൊന്നുമില്ല. പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രശ്നമൊന്നുമില്ല. വൈഷ്ണവ് ലവ് സ്റ്റോറി ഒരു ഫിലിം ആയിരുന്നെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ഏത് സിനിമയായിട്ട് കണക്ട് ചെയ്യും? അയ്യോ, അങ്ങനെ ചോദിച്ചാ നിലവിലുള്ള ഏത് പടം? നിലവിൽ അങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടില്ലല്ലോ. നിലവിലല്ല, അങ്ങനെ പടം ഇറങ്ങിയിട്ടില്ല. ഇല്ല. ഇനി അഥവാ ഇറങ്ങുവാണെങ്കിൽ ആ സിനിമയ്ക്ക് എന്ത് പേരിടും? എനിക്കറിയില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? സജഷൻ എന്തെങ്കിലും? ഹെൽപ്പ് ചെയ്തോ.
അല്ല അത് പണ്ട് എനിക്ക് ലവ് സ്റ്റോറി ഉള്ളവരാണ് അവർ പറയുന്നത്, തട്ടത്തിന് പറയുന്നത്. അത് എത്രാം ക്ലാസ്സിലായിരുന്നു? അത് ഒരു +2 സമയത്ത്. അന്ന് എനിക്കൊരു മുസ്ലിം കുട്ടിയായിട്ട് പുള്ളിക്കാരി കല്യാണം കഴിഞ്ഞു പോയി കേട്ടോ. ഓൾമോസ്റ്റ് ഞാൻ ചോദിക്കട്ടെ, വൈഷ്ണവ് പ്രണയിച്ചാൽ പെട്ടെന്ന് കല്യാണം നടക്കുമോ? അങ്ങനെ ഒരു സംസാരം ഉണ്ട് കേട്ടോ ആക്ച്വലി കൂട്ടത്തില്. കാരണം പ്രണയിക്കുമ്പോൾ ഒരു 3-4 വർഷമൊക്കെ പ്രണയിക്കും, അത് കഴിഞ്ഞ് എല്ലാവരും കെട്ടിപ്പോവും. കെട്ടിപ്പോകുന്ന എല്ലാവരും നല്ലതായിട്ടൊക്കെ ജീവിക്കുന്നു തോന്നുന്നു. എയർബോയ് പോകുന്നത് എയർബോയ്. ഞാൻ എപ്പോഴും പ്രണയിച്ചു കഴിഞ്ഞാൽ ഒരു 3 വർഷമൊക്കെ പ്രണയം കാണും, അല്ലാതെ ഷോർട്ട് ടൈം ഒന്നും ഇല്ല. ലോങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിൽ പിണങ്ങി ഞാനായിരിക്കും മാക്സിമം പിണങ്ങുന്നത് എപ്പോഴും. അങ്ങനെയല്ല, ചിലപ്പോ നമുക്ക് ആവൂലേ ഒരു മടുപ്പ് തോന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പറഞ്ഞില്ല മറ്റേ തട്ടത്തിന് അങ്ങനെ മടുപ്പൊന്നും തോന്നിട്ടില്ല. അതൊക്കെ എന്റെ ചില പ്രശ്നങ്ങൾ കാരണം പോയതാണ്. വൈഷ്ണവൻ, അതായത് അപ്പൊ സിനിമയുടെ പേര് എയർബോയ്. ശരി, സ്വന്തം കല്യാണത്തിന് എക്സുകളെ ഇൻവൈറ്റ് ചെയ്യൂ? ഞാൻ എല്ലാരും വിളിക്കും. എല്ലാരും അറിയണം, എനിക്കും എല്ലാം വന്നു. എല്ലാരോടും പറയണം. ഓക്കെ, നിലവിലുള്ള ക്രഷ് ആക്ട്രസ് ആരും ആവാം? രശ്മിക ഇഷ്ടമാണ്. രശ്മിക വന്ദന. ഓക്കെ, വാട്സപ്പിൽ എത്ര പേരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്? വാട്സപ്പ് ഇല്ല. ആണോ? വാട്സപ്പ് ഇല്ല? അതെന്താ ഇതുവരെ എടുത്തിട്ടില്ല? ഉണ്ടായിരുന്നു, ഒരു 2 ഇയേഴ്സ് ആയിട്ട് വാട്സപ്പ് ഇല്ല. അല്ല, വാട്സപ്പിനെ കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ ഫേസ്ബുക്കിന്റെ എനിക്ക് അവിടെ വാട്സപ്പ് ഇല്ലാത്തൊരു പ്രശ്നം തോന്നിയില്ല. ലൊക്കേഷൻ അയക്കുന്നില്ലേ, ആ ഒരു പരിപാടി മാത്രമേ എനിക്കത് തോന്നി ഒരു പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് എപ്പോഴും ആളുകൾ കൂടെ കാണുമെന്ന്, അപ്പൊ അവരൊക്കെ അയക്കും ലൊക്കേഷൻ. ഓക്കെ, ആ വാട്സപ്പ് വേണ്ടാന്ന് വെക്കാനുള്ള തീരുമാനം എന്താ? ഞാൻ ആദ്യമായിട്ട് വാട്സപ്പ് ഇല്ലാത്ത ഒരാളെ കാണണേ. അത് വേണ്ടാന്ന് വെക്കാൻ എനിക്കത് യൂസ് ഇല്ല, ഒരു യൂസും ഇല്ലായിരുന്നു. ആ നമ്പറുള്ള ആൾക്കാർ മെസ്സേജ് അയക്കും, അവർ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കൂടുതൽ ഇൻസ്റ്റയിലാണ് ആക്റ്റീവ് അല്ലേ? പണ്ട് വളരെ സീരിയസ് ആയിട്ട് ചെയ്തൊരു കാര്യം ഇപ്പൊ ആലോചിക്കുമ്പോൾ ചിരി വരുന്നു. പണ്ട് സീരിയസ് ആയിട്ട് ചെയ്തതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 2-3 കൂട്ടുകാരൊക്കെ ഞാൻ വേറെ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശരിട്ടോ, അതായത് അവർക്ക് പകരം ഈ കത്ത് എഴുതി കൊടുക്കുന്ന പോലെ കത്ത് മെസ്സേജ് ചെറിയൊരു കഴിവൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പൊ അതൊക്കെ പോയി, എല്ലാം പൊടിയടിച്ചിരിക്കുകയാണ്. ഇല്ലില്ല, തിരിച്ചു വരണ്ട. വേണ്ട, എനിക്ക് ഇപ്പോഴത്തെ എങ്ങനെ ഇഷ്ടം കുറച്ചുകൂടെ കൂടുതൽ. അതെന്താ അങ്ങനത്തെ ഇത് വേണ്ട. ഓക്കെ, നെക്സ്റ്റ്, ഫിലിമിൽ ആക്ട് ചെയ്യാൻ ചാൻസ് കിട്ടുവാണ്. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങള് ഏത് ആക്ട്രസ് വേണമെന്ന് വേണം പറയാൻ. ഫസ്റ്റ് ഹീറോ ആയിട്ട് ആരുടെ കൂടെ ആക്ട് ചെയ്യണം? മലയാളം, ഹിന്ദി ഇഷ്ടമല്ലേ? രശ്മിക്കാണ് ഇഷ്ടം. ഓക്കെ, ഒരു ആക്ട്രസിന്റെ മകനായിട്ട് ചാൻസ് കിട്ടിയാൽ ഉർവശി. ഓക്കെ, ഒരു മാരേജ് സീൻ, താലി കിട്ടുന്ന ഒരു സീൻ. അതും കുഴപ്പമില്ല, രശ്മി കൂടെ നിന്നോട്ടെ. ലിപ് ലോക്ക് ആരായാലും കുഴപ്പമില്ല. അങ്ങനെയുള്ള പേര് പറയണോ? അതും ദൃശ്യം ആയിക്കോട്ടെ. അത് ദൃശ്യം വേണ്ടെന്ന്. കീർത്തി ഇല്ലേ? കീർത്തി സുരേഷ് അല്ല, കീർത്തി ഷെട്ടി. ARM ഒരു ആക്ട്രസിനെ കൊല്ലുന്ന ഒരു സീൻ. അങ്ങനെ ഒരാളില്ല. ഇല്ല, എല്ലാരും ജീവിച്ചോട്ടെ, പാവല്ലേ. നമ്മുടെ ഇമാജിനേഷൻ പോലും കൊല്ലുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇൻസ്റ്റഗ്രാമില് ഫോളോ ചെയ്യുന്നില്ല പക്ഷെ ഇടക്കിടക്ക് ഞാൻ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു അക്കൗണ്ട്. ഞാനല്ല, വൈഷ്ണവ്. ഞാൻ മറ്റേ പാർവതി മിൽട്ടൺ ഇല്ലേ? ഹലോ സിനിമ, മോഹൻലാൽ. ആ പുള്ളിക്കാരി ആകെ മാറിപ്പോയി, അതുകൊണ്ടാ സ്റ്റോക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ്, പുള്ളിക്കാരി എനിക്ക് മെസ്സേജ് റിപ്ലൈ ഒക്കെ തന്നായിരുന്നു. ഞാൻ എന്തോ റാൻഡം മെസ്സേജ് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചാ. പുള്ളിക്കാരി ഇടയ്ക്ക് ഒരു ട്രെൻഡിങ് ചെയ്യുന്നില്ലേ, മെസ്സേജ് റിപ്ലൈ ഒക്കെ തന്നു. പാവാ. ഓക്കെ, ശരി, നെക്സ്റ്റ്, നമ്പർ ഓഫ് ബ്രേക്കപ്സ്. അയ്യോ കുറച്ചുണ്ട്, ഏകദേശം 10 മേലെ കൂടാനാ ചാൻസ്. ഓക്കെ, നമ്പർ ഓഫ് റിലേഷൻഷിപ്സ്. അതും 10 മേലെ. പിന്നെ ബ്രേക്കപ്പ് എങ്ങനെ ഉണ്ടാവാനാണ്? 10 മേലല്ലേ അതും ഉണ്ടാവുള്ളൂ. ശരിയല്ലേ?
സൂപ്പർ. എന്തായാലും റാപ്പിഡ് ഫയർ ആയിരുന്നു, പക്ഷെ പുള്ളി അത് ഇന്റർവ്യൂ ആക്കി മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ മാക്സിമം കട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ വേറൊരു പുള്ളിനെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് അവൻ പറഞ്ഞു, ഈ റിലേഷൻഷിപ്പിന്റെ എന്തോ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് പ്രപ്പോസ് ചെയ്ത് പിറ്റേ ദിവസം ഉച്ച വരെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻ ഉണ്ടായിരുന്നു അവനിക്ക്. എന്തോ ആ കുട്ടി രാവിലെ ഗുഡ് മോർണിംഗ് പൂ വെച്ചിട്ട് അയച്ചപ്പോ അവന്റെ വൈബ് പോയി എന്നൊക്കെ. അങ്ങനത്തെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെ ബ്രേക്കപ്പ് ഒന്നും അങ്ങനെയില്ല, അല്ലാതെ ഇങ്ങനെ നമ്മൾ സെറ്റ് ആവൂലേ, അവരുടെ കൊണ്ടായിരുന്നു. രാവിലെ മെസ്സേജ്, രാത്രി സെറ്റ് ആണ് അവരുടെ കൊണ്ട്. പോടാ ഉണ്ടായിരുന്നു, സത്യമായിട്ടും ഉണ്ടായിരുന്നു സെറ്റ്. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തു. പക്ഷെ പിന്നീട് ഞാൻ ചോദിക്കുന്ന സമയത്ത് ഇപ്പം നോർമലി ഇപ്പം ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാലേ ഈ പറഞ്ഞ പോലെ ബ്രേക്കപ്പ് വേണ്ട, ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ തന്നെ ഇൻസ്റ്റയിൽ അൺഫോളോ അടിക്കുക, ബ്ലോക്ക് ചെയ്യുക, പിക്ചേഴ്സ് ഒക്കെ റിമൂവ് ചെയ്യുക, ആ ഒരു പരിപാടി ഉണ്ട്. പക്ഷെ വൈഷ്ണവ് ഇപ്പം പ്രീവിയസ് എക്സുകളായിട്ടുള്ള വീഡിയോസ് സ്റ്റിൽ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെന്താ അങ്ങനെ ഒരു, ഞാൻ അത് വളരെ ഡിഫറെന്റ് ആയിട്ട് കണ്ടതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഫ്രണ്ട്സ് തന്നെയല്ലേ, എന്തായാലും ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല, ഫ്രണ്ട്സ് തന്നെയാണ്. പിന്നെ അവരുടെ കൺസേൺ കൊണ്ടാണ് ഇട്ടിരിക്കുന്നത്, എന്റെ ഇഷ്ടപ്രകാരം മാത്രമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലതൊക്കെ കളഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ കുറച്ചൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, അതങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമൊന്നുമില്ല, അവർക്കും പ്രശ്നമൊന്നുമില്ല. നമ്മൾ അങ്ങനെ ഡീൽ ചെയ്യുന്ന ആൾക്കാർ. എനിക്ക് വേണ്ടി പിടിയൊന്നുമില്ല, പക്ഷെ അതങ്ങനെ അങ്ങനെ ആയി പോകും. ബ്രേക്കപ്പ് ആയാലും അങ്ങനെ ദേഷ്യമൊന്നും ആരും വെക്കാറില്ല, എന്നോട് വെക്കാറില്ല, ഞാനും വെക്കാറില്ല. എല്ലാവരും എപ്പോഴും നമ്മളെപ്പോഴും കാണുന്നില്ല, ചിലപ്പം പണ്ട് ഒരുപാട് നമ്മൾ കാണുമായിരുന്നു. ഇപ്പം കണ്ടാലും എന്റെ സംസാരിക്കണമെന്ന് സംസാരിച്ചിട്ടേ പോകും. അത്ര നല്ല അല്ലാണ്ട് പണ്ടൊക്കെ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ അവനെ കാണുന്നത് അല്ലെങ്കിൽ അവളെ കാണുന്നത് ദേഷ്യം വെക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റില്ല നമുക്ക് തോന്നിക്കൊണ്ടായിരിക്കും ബ്രേക്കപ്പ് ആവുന്നത്. അത് നല്ലതല്ലേ? നല്ല പക്ഷെ ആ ഒരു ഫ്രണ്ട്ലി അല്ലേ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ അത് എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു റിലേഷനിൽ ഇരിക്കുമ്പോൾ ഇപ്പൊ ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പം നിങ്ങൾ ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ ഈ മ്യൂച്വൽ ഫ്രണ്ട്സിനോടുള്ള ആ ഒരു കണക്ഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒന്ന് രണ്ടാൾക്കാരത്തെ തോന്നിയിട്ടുണ്ട്, പറയില്ല എത്ര ബുദ്ധി ചെയ്യുന്നു പറയും. രണ്ടാൾക്കാരത്തെ തോന്നിയിട്ടുണ്ട്, അല്ലാതെ പൊതുവെ അങ്ങനെ ആരും തോന്നാറില്ല. ഓൾമോസ്റ്റ് എപ്പോഴും എന്റെ സൈഡിലായിരിക്കും കുറച്ച് കൂട്ടുകാർ കൂടുതൽ. അങ്ങനെയല്ല, ഒട്ടും ഞാൻ ഇല്ലാത്ത എന്റെ ഭാഗത്തായിരിക്കും, പക്ഷെ എന്റെ കൂട്ടരല്ലാതെ എന്റെ ഭാഗത്തായിരിക്കും. ഫ്രണ്ട്സിന്റെ അങ്ങനെയാണല്ലോ, നമ്മൾ എന്ത് ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്നുള്ള ഒരു പാർട്ണറിന്റെ ഫ്രണ്ട്സും, കാരണം അവര് വേറെ സ്ഥലത്ത് നിന്ന് വന്നാൽ പോലും ഞാൻ എന്റെ അകത്തോട്ട് മിങ്കിൾ ചെയ്ത് ഫിക്സ് ചെയ്യും, സെറ്റ് ആക്കി എടുക്കും, അങ്ങനെ വെക്കും. എല്ലാം പോയി പറയാൻ പോലും പറ്റാത്ത അവസ്ഥയായി. കുഴപ്പമില്ല, വിഷമമൊന്നുമില്ല. കുറച്ച് അന്നത്തെ കാലം കുറച്ച് വിഷമം ഉണ്ടായിരുന്നു, വിഷമമല്ല, യൂസ്ഡ് ആയി. ഇതാണ് നല്ലത്, നമ്മൾ വളർന്നതനുസരിച്ച് നമ്മൾ കുറച്ച് ആലോചിച്ച് പോകുന്ന നല്ലതല്ലേ, മെച്യൂർഡായിട്ട് മാറും. മെച്യൂരിറ്റി ഒക്കെ ഭയങ്കര കുറവാണ് ഇപ്പോഴും എന്നാണ് എന്റെ ഫ്രണ്ട്സ് പറയാറുള്ളത്. ആണോ? ഓക്കെ. ഇപ്പം നോർമലി ഇപ്പം ഒരു ബ്രേക്കപ്പിലൂടെ വന്ന ഒരാളെന്ന നിലയിൽ സ്റ്റിൽ ബ്രേക്കപ്പിലൂടെ കടന്നു പോകുന്ന പല ആൾക്കാർക്കും ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടെങ്കിൽ എന്തായിരിക്കും? എങ്ങനെ അതിൽ നിന്ന് പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ചോദിച്ചായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, ഞാൻ ഡെയിലി റൂട്ടീൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഒന്ന് രണ്ട് ദിവസത്തെ വിഷമം ഉണ്ടാവും, കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളാണല്ലോ ബ്രേക്കപ്പ് ആയി പോകുന്നത്. അപ്പൊ ഒന്ന് രണ്ട് ദിവസത്തെ വിഷമം ഉണ്ടായിരുന്നു, അത് ഇങ്ങനെ എന്റെ നോർമൽ ലൈഫിനെ പോലെ ഞാൻ അങ്ങനെ അങ്ങ് പൊക്കോണ്ടിരുന്നു. പിന്നെ ഒരാളെ ഇങ്ങനെ എടുത്ത് ചോദിക്കും, ബ്രേക്കപ്പ് ഒക്കെ ആയ വിഷമം എന്താണ് പുതിയ പരിപാടി, അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. അത് അവന്മാരുടെ കുഴപ്പമാണ്, നമ്മുടെ കുഴപ്പമില്ല. അവരെ നമ്മൾ ഭയങ്കര സങ്കടത്തിൽ നിന്ന് അവർ വിചാരിക്കും, അങ്ങനത്തെ പരിപാടി നമുക്കില്ല. സങ്കടം ഉണ്ടാകും, പക്ഷെ നമ്മളത് എപ്പോഴും കാണിച്ചേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്യാതെ എന്റെ ഫ്ലോയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പെട്ടെന്ന് മൂവ് ഓൺ പറ്റിയ കാരണം ഞാൻ വിശ്വസിക്കുന്നു. ഈ പെട്ടെന്ന് മൂവ് ഓൺ ആയ സമയത്ത് പെട്ടെന്ന് മൂവ് ഓൺ ആകുമ്പോൾ ആൾക്കാർ പറയും സീരിയസ് അല്ലായിരുന്നു. അങ്ങനെയൊന്നുമില്ല, മൂവ് ഓൺ ചെയ്യണ്ടേ. ഞാൻ എന്റെ 1-2 വർഷം കണ്ട കാര്യം എന്തുവാണ്, ഒരു കാര്യമില്ല. മൂവ് ഓൺ പെട്ടെന്ന് പോവാം. ഇപ്പം നമ്മൾ ഓരോ എക്സ്പീരിയൻസിൽ നിന്നുള്ള ഓരോ ലെസൺസ് പഠിക്കാന്ന് പൊതുവെ പറയാറുണ്ട്. അപ്പം ഒരു ബ്രേക്കപ്പ് അതൊരു ഭയങ്കര ഫേമസ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നു, ഇപ്പൊ സ്റ്റിൽ കമ്മിറ്റഡ് ആണ്. അപ്പം ആ ഒരു പഠിച്ച എന്ത് ലെസൺ ആണ് ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ അപ്ലൈ ചെയ്യുന്നത്? ഒരുപാട് കൂട്ടുകാരെ കൂട്ടാൻ പാടില്ല റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാല്, അത് ഞാനൊന്നും പറയുന്നില്ല. ഒരുപാട് കൂട്ടുകാരെ കൂട്ടാൻ പാടില്ല. നമുക്ക് കുറച്ച് പ്രൈവറ്റ് മൊമെന്റ്സ് ഒക്കെ പ്രൈവറ്റ് കാര്യങ്ങളൊക്കെ വേണം. എന്റെ തെറ്റായിരുന്നു. പ്രൈവറ്റ് എനിക്ക് എല്ലാവരും ഇഷ്ടമായതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് മാറി ചിന്തിക്കുന്ന ഒരാളാണ്.
അതായത് ആ ഒരു സ്പേസ് അതാണ് അവിടെ നിന്ന് പഠിച്ചത്. അതിവിടെ അടുത്ത് നിന്ന് എന്ത് പഠിക്കുമെന്ന് പിന്നെ പറയാം. അയ്യോ, ഇനി ഞാൻ ഇന്റർവ്യൂവിൽ പറയാം. ഓക്കെ. ഈ വൈഷ്ണവിന് ഫുൾ ടൈം ഇങ്ങനെ ചിൽ ഹാപ്പി ആണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ആക്ടിങ് ആയിട്ട് ഇങ്ങനെ തൊട്ടാ ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണോ, അല്ലെങ്കിൽ എന്തിനാണ് ഈ ദേഷ്യം വരുന്നത് ആ ഒരു മൊമെന്റ് എന്താ? നമ്മൾ ഇപ്പം എൻ്റെ ഒരു കാര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ അവിടെ വയ്ക്കുന്നില്ലേ, ഞാൻ വയ്ക്കുന്ന സാധനമല്ലേ, അത് എനിക്ക് അവിടെ തന്നെ വേണം, നിർബന്ധമുള്ള കാര്യം. അതിപ്പോ ഒരു കാർപ്പറ്റ് ആണെങ്കിലും ശരി, എനിക്ക് OCD അങ്ങനെ പ്രശ്നമൊന്നുമില്ല, മനസ്സിലായി ഇല്ല. പക്ഷേ ഞാൻ വയ്ക്കുന്ന സാധനം അവിടെ തന്നെ വേണം, അത് നിർബന്ധമാണ്. അത് അവർക്ക് അറിയാം. അവര് മനഃപൂർവ്വം മാറ്റാറുമുണ്ട് ചില സമയത്ത്. ഞാൻ ചോദിക്കാറുണ്ട്, ഞാൻ അവരായതുകൊണ്ട് ദേഷ്യപ്പെടാറില്ല, പക്ഷെ വേറെ ആളാണെങ്കിൽ ചിലപ്പോൾ ദേഷ്യപ്പെട്ടു പോയി. കാരണം നമുക്ക് അക്സസിബിൾ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തായിട്ട് നമ്മൾ സാധനം വെക്കാറുള്ളൂ. അമ്മയല്ല, പേടിക്കണ്ട, വേറൊരു കോളാ. അല്ല, ഇത് വേറൊരു കോളാ. അമ്മയല്ല ആവശ്യമില്ലാത്ത കുറെ ആൾക്കാർ വിളിച്ചോണ്ടിരിക്കും. എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. സിം ഏതാ, ജിയോ ആണോ? എയർടെൽ. ജിയോ എടുക്കണം. ജിയോയിൽ മറ്റേ ഇന്റർനാഷണൽ റോമിങ്ങിന് ആ ഒരു കോളർ ട്യൂൺ ഇടാം. അപ്പൊ അവര് വിളിക്കുമ്പോ അല്ല, ജിയോ ഉണ്ട്, ഈ സിം ജിയോ ഉണ്ട്. ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഭയങ്കര തൊല്ലിയാണ്. അല്ല, ഞാന് ഫോൺ എടുക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ അൺനോൺ നമ്പേഴ്സ് എന്തായാലും എടുക്കൂല, അറിയാന്നുള്ളവർ വിളിച്ചിട്ട് എടുക്കുന്നില്ല. പിന്നെ അൺനോൺ നമ്പർ, അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും, ആൾക്കാർ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കും. ഒരു 3 days ബാക്ക് എനിക്കൊരു മിസ് കോൾ ഉണ്ടായിരുന്നു. 70 മിസ് കോൾ ഒരാള്. എന്റെ ടീം ഈ റിയാക്ഷനെ കൊടുക്കുന്നു. ഞാൻ 70 മിസ് കോളിൽ ഇങ്ങനെ ആലോചിക്കുന്നു. എന്ന് വെച്ചാൽ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാത്രി 12 മുതൽ പുലർച്ചെ 5 മണി വരെ പുള്ളി നിർത്താതെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു. ഞാനാണെങ്കിൽ ഒരു 11:30 കട്ടായിപ്പോയി, ഉറങ്ങിപ്പോയിട്ട് ഞാൻ രാവിലെ 5:30 എന്തോ കേട്ട് നോക്കിയപ്പോൾ കോള്. ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോൾ 70. ഞാൻ ആലോചിച്ചു, എനിക്ക് ഹോസ്പിറ്റലിൽ എമർജൻസി വല്ലതും ആണോ? ഞാൻ 5:30 തിരിച്ച് വിളിച്ചപ്പോഴാണ് എന്ത് ചെയ്യുന്നുണ്ടാ, ഞാൻ ഉറങ്ങായിരുന്നു, പേര് പറയുന്നില്ല, എനിക്കിപ്പോ പേര് വായിന്ന് വന്നാണ്. ഞാൻ ഉറങ്ങുകയാണ്. ആണോ, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, അതാണ് വിളിച്ചോണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു എന്നിട്ട് ഒന്നുമില്ല, 5 മിനിറ്റ് പുള്ളിക്ക് ചിലപ്പോൾ സമാധാനം കിട്ടാൻ വേണ്ടി ആയിരിക്കും എന്നെ വിളിച്ചത്. പക്ഷേ പുള്ളിക്ക് ദേഷ്യമൊന്നും പറ്റില്ല കേട്ടോ. നീ 70 കോൾ എന്ത് എടുക്കാത്തത്, അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സമാധാനമാണ്. ആണോ? അതായത് വൈഷ്ണവിനോട് സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ഞാൻ ഫോൺ എടുക്കുന്നത് സമാധാനമാണ് ആൾക്കാർക്ക്. പിന്നെ ഉണ്ടല്ലോ എന്നും അങ്ങനെ നാട്ടിൽ നിന്ന് കുറെ ആൾക്കാർ വിളിക്കുമ്പോൾ പറയും, മെസ്സേജ് അയക്കും അവസാനം. അവര് മെയിലൊക്കെ ചെയ്തിട്ടുണ്ട്. എടാ നീ എവിടെ നീ ജീവനുണ്ടോ, അപ്പഴും വിളിക്കും അവരെ. അല്ലാതെ അങ്ങനെ കോൾസ് പൊതുവെ എടുക്കാറില്ല. എനിക്കൊന്നും ഇപ്പോഴത്തെ ജനറേഷൻ ആരും എടുക്കാറില്ല. ഞാൻ എടുക്കാറേ ഇല്ല. 70 എന്നെ 100 വട്ടം വിളിച്ചാലും ഞാൻ എടുക്കില്ല. അങ്ങനെയാണ്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് വൈൻഡപ്പിലേക്ക് പോവാം. ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ലവ് ലൈഫ് എന്നല്ല, പൊതുവെ ഉള്ളൊരു ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ച ആ ഒരു വലിയൊരു ലെസൺ എന്തായിരിക്കും? എപ്പോഴും മൈൻഡിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇങ്ങനെ തോട്ട് വരില്ലേ? അങ്ങനൊരു സാധനം ഞാൻ പറഞ്ഞുതരാം, കട്ട് ചെയ്തിട്ടോ. അല്ല, സംഭവമല്ല ഇത്. സംഭവം നമ്മൾ എപ്പോഴും വിചാരിക്കും നമ്മുടെ കൂടെ നടക്കുന്ന എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണെന്ന്. ഞാൻ പഠിച്ചതാണ് കേട്ടോ. അപ്പം പക്ഷെ അത് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പം എൻ്റെ പുറകെ ഒരു 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് ഇഷ്ടമായിരിക്കും. പക്ഷെ ആ ഒരു 5 ആൾക്കാരിൽ 1-2 ആൾക്കാർ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും ഞാൻ നേടുന്നത്. അപ്പോൾ അതൊരു പ്രശ്നം ഉണ്ടാകും. അത് ചിലപ്പം ഭയങ്കര പ്രശ്നമായിട്ട് മാറും. നമ്മൾ ഫ്രണ്ട്ഷിപ്പ് പോവും. ഫ്രണ്ട്ഷിപ്പ് അല്ല, എല്ലാ ഷിപ്പും പോവും. ഷിപ്പ് മുങ്ങും അവസാനം. അതുകൊണ്ട് അത് സൂക്ഷിക്കുക, എല്ലാവരും സൂക്ഷിക്കുക. ഞാൻ മാത്രമല്ല, എനിക്ക് മാത്രമല്ല, ഞാനും ചിലപ്പം ചിലരുടെ ബാക്കിലായിരിക്കും. ചില ആൾക്കാർ എൻ്റെ ഫ്രണ്ടിലുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. ഞാനങ്ങനെ ആലോചിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഞാൻ ഭയങ്കര ഡൗൺ ടു എർത്ത് അങ്ങനെയൊന്നുമില്ല. ഈഗോ, ദേഷ്യം എല്ലാം എനിക്കും ഉണ്ട്. പക്ഷെ ഞാൻ പൊതുവെ അങ്ങനെ കാണിക്കാറില്ല പൊതുവെ അടുത്ത്. പക്ഷെ ഈ പരിപാടി നിങ്ങൾ നോക്കിക്കോണം, ബാക്കിലുള്ള ആൾക്കാരെ ശ്രദ്ധിച്ച് വെച്ചോണം. എല്ലാവരും ഇഷ്ടപ്പെടണം. അത് ഇഷ്ടപ്പെടണമെന്നൊന്നും പറയുന്നില്ല, എല്ലാവരും ഇഷ്ടപ്പെടണം. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ അത് ഈ മറ്റേ ഫോളോ ചെയ്യുന്ന എല്ലാവരും ഫോളോവേഴ്സ് അല്ല, നിങ്ങളുടെ ഫാൻസ് അല്ല എന്ന് പറയുന്ന ഒരു സാധനം ആവണമെന്നില്ല. അത് കറക്റ്റാ പറഞ്ഞത്. ഓക്കെ, 2 കാര്യം കറക്റ്റായി ഭാഗ്യം. ഓക്കെ, അപ്പം എന്തായാലും വൈഷ്ണവ്, നമ്മൾ കുറെ നേരത്തെ സംസാരത്തിന് ശേഷം ഇന്റർവ്യൂ വൈൻഡപ്പിലേക്ക് പോവാണ്. സന്തോഷമായില്ലേ? സന്തോഷമായി. എനിക്ക് വീട്ടിൽ പോകണം.
അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പൊ ഇനിയുള്ള ഫ്യൂച്ചറുകൾ അടിപൊളിയാവട്ടെ, ഷിപ്പുകളൊക്കെ മുങ്ങാതിരിയുടെ. കുഴപ്പമില്ല, മുങ്ങിയാലും നമുക്ക് പണിയാന്നേ പുതിയത് ഇറക്കാന്നൊക്കെ. ഓക്കെ, കടലങ്ങ് കിടക്കയല്ലേ വലുതായിട്ട് ഇഷ്ടം പോലെ. സുനാമി വരാൻ നോക്കിയാൽ മതി, അപ്പൊ എല്ലാം അങ്ങ് പോകും. ഓക്കെ, വലിയ പ്രശ്നമൊന്നും ഇല്ല. ശരി, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാം അടിപൊളിയാവട്ടെ. ഓക്കെ, താങ്ക് യു.